അടുത്തൊരു ക്വസ്റ്റ്യനും എന്ന് പറഞ്ഞാൽ നമ്പർ സീരീസ് തന്നെ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് PSC യിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു 32ന് ശേഷമുള്ള ഫിഗർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് ഡിഫറൻസ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു -7ൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. ഇവിടെ +1 ആണ്. ഇവിടെയോ +6 ആണല്ലേ. ഇവിടെയാണെങ്കിലോ +17 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി, നമുക്കൊരു ബന്ധമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയോട് ഒരു 0.5 കൂട്ടിയതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിനോട് തന്നെ 1 കൂട്ടിയതാണ്. ഇത് നോക്കുകയാണെങ്കിലോ ഇതിൻ്റെ ഡബിൾ വന്നിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഇതും ഇതിൻ്റെ ഒരു ഹാഫും കൂടി ആഡ് ചെയ്തത് പോലെ തോന്നും. ഇത് ഇതിൻ്റെ ഇരട്ടിയിലോട്ട് പോയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ബന്ധം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് × 0.5 + 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 + 0.5 ആയിരിക്കും അല്ലേ. അപ്പോൾ 8. പിന്നെ ഇവിടെ × 1 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 + 1 = 9. ഇനി ഇവിടെ 1.5 + 0.5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9 അതിൻ്റെ പകുതിയായ 4.5 കൂടി ആഡ് ചെയ്യുമ്പോൾ 13.5 വരും. അതേ +0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1.5 വരേണ്ടി വരും കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ 1ന് 1 തന്നെയാണ്, 0.5ന് 0.5 തന്നെയാണ് എടുത്തുള്ളത്. അപ്പോൾ 1.5ന് 1.5 തന്നെ എടുക്കാം. അപ്പോൾ 13.5 + 1.5 = 15 ആണ്. അതേപോലെ നമുക്ക് അടുത്തത് 2 × 2 + 2 15 × 2 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 + 2 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് വരാം 2.5 + 2.5 ആയിരിക്കും. അതായത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2.5ഉം പ്ലസ് അതിൻ്റെ 2.5. അതായത് 32ൻ്റെ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരാം? ഒരു 64ഉം അതേപോലെ തന്നെ ഒരു 60യും പിന്നെ 2.5ഉം വരും അല്ലേ. അതായത് നമുക്ക് 64 അതേപോലെ 16 പിന്നെ 2.5 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 82.5 ആണ് കിട്ടുക. അതുകൊണ്ടോ 5 പോയിൻറ്റ് പിന്നെ ഇവിടെ 10 12 2 1 8. അപ്പോൾ നമുക്ക് 82.5 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 82.5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 82.5.